എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സായാഹ്ന വന്ദനങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ രണ്ടാമത്തെ ദിവസം കൂടുതൽ വിശുദ്ധിയോടെ ദൈവവചനത്തിന്റെ അധീനതയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരു അവസരം നൽകി. അതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സംബന്ധിച്ച ആളുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ സംബന്ധിക്കാതെ ആളുകളെ ഞാനിവിടെ കാണുന്നുണ്ട്. നമ്മുടെ പഠന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിശുദ്ധിയെ കുറിച്ചുള്ള പഠനമാണ് നമ്മളിവിടെ ആരംഭിച്ചത്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മുഴുവനായിട്ട് ഒന്നിവിടെ പറയാം. തുടർന്ന് നടക്കുന്ന നമ്മുടെ പഠനങ്ങളൊക്കെ ഏതൊക്കെ മേഖലകളിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയും എന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് അതിടയായിത്തീരും. സമയത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിയുന്നത്ര സബ്ജക്റ്റുകൾ ഈ ഭാഗത്ത് നമുക്ക് കവർ ചെയ്യാനായിട്ട് സ്വർഗത്തിലെ ദൈവം അവസരം നൽകട്ടെ. നമ്മൾ ഇന്നലെ പഠിച്ചത് പ്രീ എമിനന്റ് ഓഫ് ഹോളിനെസിനെ കുറിച്ചാണ് പഠിച്ചത്. വിശുദ്ധിയുടെ വേദപുസ്തകത്തിലെ പ്രാധാന്യത്തെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് റോങ് കോൺസെപ്റ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ തെറ്റായ ചില മനോഭാവങ്ങൾ, ചിന്തകൾ, അതിനെക്കുറിച്ച് നാം പഠിക്കും. പിന്നീട് നാം പഠിക്കുന്നത് ഹൗ ടു ലീവ് ഹോളി, എങ്ങനെ നമുക്ക് വിശുദ്ധനായി ജീവിക്കാൻ കഴിയും. പിന്നീട് നാം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വർഷിപ്പ് ഇൻ ഹോളിനെസ്, ആരാധനയിൽ നമുക്ക് എങ്ങനെ വിശുദ്ധമായ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയും. പിന്നീട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഭാഗമാണ് ഹോളിനെസ് ഇൻ വേർഡ്, വാക്കിലെ പരിശുദ്ധി. നാക്ക് നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നാവിന്റെ പരിശുദ്ധിയെ കുറിച്ച് നാം കർത്താവ് അനുവദിക്കുന്ന പോലെ ചിന്തിക്കും. പിന്നീട് ജോലിയിലെ വിശുദ്ധി, പിന്നീട് ഹോളിനെസ് ഇൻ വാർഫെയർ, പോരാട്ടത്തിൽ ഉള്ള നമ്മുടെ വിശുദ്ധി. ഏറ്റവും അവസാനം നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ലോകവും വിശുദ്ധിയും. ഇത് 9 ടൈറ്റിലുള്ള ഒരു പഠനമാണ്. ഈ 6 ദിവസത്തെ ക്ലാസ്സിൽ എല്ലാ ഭാഗവും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഈ ഭാഗങ്ങൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞു, ക്രിസ്തീയ ജീവിതത്തിന്റെ സകല ശുശ്രൂഷകളും വചനത്തിന് കീഴെ വരുന്നതാണ്. സ്ക്രിപ്ചറാണ് ആദ്യം, അതിന് കീഴെ മാത്രമേ സകലവിധ ശുശ്രൂഷകളും സഭയിൽ അനുവദിക്കപ്പെടുന്നുള്ളൂ. അപ്പോസ്തലപ്രവൃത്തിയിൽ നാം വായിച്ചു, നമ്പർ 1 അവർ ഉപദേശം കേട്ടു. പിന്നീടാണ് കൂട്ടായ്മ ആചരിച്ചതും അപ്പം നുറുക്കിയതും പ്രാർത്ഥന കഴിച്ചതും. 1ാം സ്ഥാനം ദൈവസഭയിൽ ഉപദേശത്തിനാണ്, ദൈവത്തിന്റെ വചനത്തിനാണ്. അതിന് കീഴെയുള്ള ആത്മാവ് മാത്രമേ ദൈവത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ആത്മാവാകുകയുള്ളൂ. വചനത്തിനും മീതെയുള്ള ഒരു ആത്മാവും ദൈവം നമുക്ക് നൽകിയിട്ടില്ല. തിമോഥെയോസിന്റെ ലേഖനത്തിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, 1ാമത്തെ കാര്യം ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഉപദേശത്തിനാണ്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഇന്നലെ കണ്ടത് വിശുദ്ധിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് കണ്ടത്. 4 കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു ക്ലാസ് ആണ്, ഇതൊരു സ്പിരിച്വൽ ഒരു ഉണർവ് യോഗമല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശ്രദ്ധയുള്ള പഠനത്തിലൂടെ പ്രാപിക്കേണ്ട യഥാസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ ഇതൊരു റീഫ്രഷ്മെന്റിന്റെ സമയമല്ല, മറിച്ച് ഒരു റെസ്റ്റോറേഷന്റെ സമയത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് വിശുദ്ധി. ദൈവത്തിന് ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ദൈവം സർവശക്തനാണ്,
സർവ്വവ്യാപിയാണ്. അങ്ങനെ 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 അൺചേഞ്ചിങ് ഗോഡ്. ഇതെല്ലാം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുവെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധി ഏകമാണ്. ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് മാത്രമാണ് ആവർത്തിച്ചു പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിലും യെശയ്യാ പ്രവചനത്തിലും കാണുന്നത് യഹോവ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന അർത്ഥം. മറ്റൊരു ദൈവിക സ്വഭാവ ഗുണങ്ങളും ആവർത്തിക്കപ്പെടുന്നില്ല. വേദപുസ്തകത്തിൽ എങ്ങും കാണുന്നില്ല യഹോവ സർവശക്തൻ സർവശക്തൻ സർവശക്തൻ. അവൻ സർവശക്തൻ തന്നെയാണ്. എങ്കിലും ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം വിശുദ്ധിയാകയാൽ വെളിപ്പാട് പുസ്തകത്തിലും യെശയ്യാവിന്റെ പുസ്തകത്തിലും ആവർത്തിക്കപ്പെട്ട ഏക ദൈവത്തിന്റെ സ്വഭാവം വിശുദ്ധിയാണ്. അതുകൊണ്ട് വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. രണ്ടാമതായി ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വിശുദ്ധിയാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വിശുദ്ധിയാണ്. കർത്താവ് പറയുന്നത്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ വീര്യപ്രവർത്തികൾ ചെയ്തതുപോലെ നിങ്ങളും വീര്യപ്രവർത്തികൾ ചെയ്യുവീൻ എന്ന് കർത്താവ് പറഞ്ഞില്ല. ഞാൻ സർവ്വവ്യാപിയായിരിക്കുന്നത് പോലെ നിങ്ങളും സർവ്വവ്യാപിയായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം, ദൈവത്തിന്റെ മനസ്സിലുള്ള നമ്മെക്കുള്ള സ്വപ്നം, നാം വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും, വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ പ്രോമിസസും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് സകല വാഗ്ദത്തങ്ങളും നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല, മറിച്ച് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമാണ് ദൈവം നൽകിയിരിക്കുന്നത്. നാലാമതായിട്ട് ദൈവം നൽകിയിരിക്കുന്ന സകല വരങ്ങളും നമ്മളെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുകയാണ്. മിടുക്കന്മാരാകാൻ വേണ്ടി എല്ലാ വരങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് നാം വിശുദ്ധരായി നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം സകല വരങ്ങളും നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ ഭാഗത്ത് ഒരു വാക്ക്, ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കുഷ്ഠരോഗിക്ക് ദൈവരാജ്യത്തിൽ കടക്കുന്നതിന് യാതൊരു പ്രയാസവും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. ധനവാനായ ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. ലോകത്തിൽ ഏത് നിലവാരത്തിലുള്ള ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ തടസ്സമില്ല. പക്ഷേ ഒരിക്കലും ഒരു അശുദ്ധന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വിശ്വാസിയായിരിക്കുന്ന നാം ഏറ്റവും അധികം പ്രാപിക്കേണ്ടത് വിശുദ്ധിയാണ്. ബാക്കി ഒന്നും പ്രാർത്ഥിച്ചു മഞ്ഞ പിടിച്ച് 21 എടുത്ത് നേടിയില്ലെങ്കിലും 21 എടുത്ത് നേടണം വിശുദ്ധി. വിശുദ്ധി പ്രാപിക്കുന്നവന് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ എൻട്രി പാസ് തന്നെ വിശുദ്ധീകരണത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ആകയാൽ നാം വിശുദ്ധരായിരിക്കാൻ ദൈവസന്നിധി നമ്മെ തന്നെ ഓരോ ദിവസവും സമർപ്പിക്കാൻ കർത്താവ് കൃപ നൽകണം. റോമാ ലേഖനത്തിൽ ഒരു വേദഭാഗമുണ്ട്. ആ വേദഭാഗം ഇങ്ങനെയാ, എല്ലാവർക്കും അറിയാമല്ലോ. റോമ ലേഖനം 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം അറിയാമെന്ന് ആരാളുള്ളൂ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കണ്ടോ, നമ്മള് സകലവും നന്മയ്ക്കായി ബ്രദറെ എന്ത് ചെയ്യും? കൂടി വ്യാപരിക്കും. ഒന്നും വിഷമിക്കേണ്ട, എല്ലാം എന്ത് ചെയ്യും? വാട്ട് ഈസ് ദാറ്റ് നന്മ? വാട്ട് ഈസ് ദാറ്റ് നന്മ? ആ നന്മ എന്താ? ആ നന്മ എന്താ? അടുത്ത വാക്യം നമ്മൾ വായിക്കത്തില്ലല്ലോ. ഈ ഒരു വീടിനെ കുറിച്ച് അറിയണമെങ്കിലേ തൊട്ടടുത്ത വീട്ടിൽ ചോദിച്ചാൽ മതി. അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ നടുക്കുള്ള വീടിന്റെ വിവരങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഇതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം മനസ്സിലാണെങ്കിൽ മുകളിൽ താഴെയുള്ള വാക്യം ഒന്നും അത് വായിക്കത്തില്ലല്ലോ. അതിന്റെ വീടിരിക്കുന്ന വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം. ഫോർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച് നാം എവിടെ എത്തുമെന്നറിയാമോ? തന്റെ പുത്രനോട് അനുരൂപരാ